പ്രിയമുള്ളവരെ, വചനജ്വാല 1608 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 25 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നത്തെ ഈ പൊൻസുദിനത്തിൽ ഏശയ്യായുടെ പുസ്തകം 60-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളും 61-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങളുമാണ് നാം ഇന്ന് ശ്രവിക്കുക. എൻ്റെ വിശുദ്ധ സ്ഥലം അലങ്കരിക്കാൻ ലെബനോന്റെ മഹത്വമായ സരളവൃക്ഷവും പുന്നയും ദേവദാരുവും നിന്റെ അടുക്കലെത്തും. എൻ്റെ പാദപീഠം ഞാൻ മഹത്വപൂർണമാക്കും. നിന്നെ പീഡിപ്പിച്ചവരുടെ പുത്രർ നിന്റെ അടുക്കൽ വന്ന് താണു വണങ്ങും. നിന്നെ നിന്ദിച്ചവർ നിന്റെ പാദത്തിൽ പ്രണമിക്കും. കർത്താവിന്റെ നഗരം, ഇസ്രായേലിന്റെ വിശുദ്ധനായവന്റെ സിയോൻ എന്ന് അവർ നിന്നെ വിളിക്കും. ആരും കടന്നു പോകാത്ത വിധം പരിത്യക്തയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ. ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റവളും തലമുറകൾക്ക് ആനന്ദവും ആക്കും. നീ ജനതകളുടെ പാല് കുടിക്കും, രാജാക്കന്മാരുടെ ഐശ്വര്യം നുകരും. കർത്താവായ ഞാനാണ് നിന്റെ രക്ഷകനെന്നും യാക്കോബിന്റെ ശക്തനായവനാണ് നിന്റെ വിമോചകനെന്നും നീ അറിയും. ഓടിന് പകരം സ്വർണവും ഇരുമ്പിന് പകരം വെള്ളിയും തടിക്ക് പകരം ഓടും കല്ലിന് പകരം ഇരുമ്പും ഞാൻ കൊണ്ടുവരും. സമാധാനത്തെ നിന്റെ മേൽനോട്ടക്കാരും നീതിയെ നിന്റെ അധിപതികളും ആക്കും. നിന്റെ ദേശത്ത് ഇനി അക്രമത്തെപ്പറ്റി കേൾക്കുകയില്ല. ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുകയില്ല. നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം. നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല. കർത്താവ് നിന്റെ പ്രകാശമായിരിക്കും. നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. നിന്റെ ജനം നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിനെ ഞാൻ നട്ട മുളയും എൻ്റെ കരവേലയുമായ ദേശത്തെ എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും. ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും. ഞാനാണ് കർത്താവ്, യഥാകാലം ഞാനിത് ത്വരിതമാക്കും. നമ്മൾ 60-ാം അധ്യായം കഴിഞ്ഞു. ഇനി 61-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 മുതലുള്ള വായന തുടരുന്നു. വിമോചനത്തിന്റെ സദ്വാർത്ത. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകരുന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന്
എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റത്തെ മേയിക്കും, പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടി ഒരുക്കുന്നവരും ആകും. കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും, അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾ ഇരട്ടി ഓഹരി ലഭിക്കും, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും, നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു, കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും, അവരുമായി നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകൾക്കിടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യമണിയുന്നത് പോലെയും വധു ആഭരണ വിഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുളപൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിട്ടുമുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പൗലോസിന്റെ മാനസാന്തരം അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. സിലീസിയായുടെ തലസ്ഥാനമായ ടാർസൂസിൽ ക്രിസ്തുവിന്റെ ജനനകാലത്ത് തന്നെയാണ് സാവൂൾ ജനിക്കുന്നത്. ഫരിസേയനായ സാവൂൾ യഹൂദ നിയമത്തോടുള്ള പ്രതിപത്തി മൂലം ക്രിസ്തു മതത്തിന്റെ ബദ്ധശത്രുവായി. സ്റ്റീഫനെ കല്ലെറിയുന്ന കൂട്ടത്തിൽ സാവൂളും ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി കൊന്നൊടുക്കുന്നതിന് നിർദ്ദേശപത്രം പ്രധാന പുരോഹിതനിൽ നിന്നും വാങ്ങി തിരികെ പോകുമ്പോൾ ഡമാസ്കസിനടുത്ത് വെച്ച് ഒരു പ്രകാശം ആകാശത്തു നിന്നും വീശുകയും അയാൾ നിലംപതിച്ചപ്പോൾ, സാവൂൾ സാവൂൾ, എന്തിനാണ് നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ന ഒരു സ്വരം കേട്ട് അത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ, നീ പീഡിപ്പിക്കുന്ന നസ്രായത്തുകാരനായ ഈശോയാണ് എന്ന് ഉത്തരം കിട്ടുകയും ചെയ്തു. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വിനയത്തോടെ ചോദിച്ചപ്പോൾ, പട്ടണത്തിലേക്ക് ചൊല്ലുക, എന്തു ചെയ്യണമെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും എന്നാണ് മറുപടി കേട്ടത്. തുടർന്ന് സാവൂൾ അന്ധനായി. സഹയാത്രകൾ ഡമാസ്കസിലേക്ക് കൊണ്ടുപോയി 3 ദിവസം കാഴ്ചയില്ലാതെയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതെയും കഴിച്ചുകൂട്ടി. അതിനിടയ്ക്ക് കർത്താവ് അനനിയാസിന് കാണപ്പെട്ട് സാവൂളിനെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. ക്രിസ്ത്യാനികളെ ഞെരുക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ, വിജാതീയരുടെയും ഇസ്രായേലരുടെയും ഇടയിൽ എൻ്റെ നാമം എത്തിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ആളാണ് എന്നാണ് മറുപടി ലഭിച്ചത്. എൻ്റെ നാമത്തെ പ്രതി എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അനനിയാസ് സാവൂളിനെ കണ്ട് സ്നാനം നൽകി. സാവൂളിന് കാഴ്ച തിരികെ ലഭിച്ചു.
ഈശോയാണ് മിശിഹായാണെന്ന് പ്രസംഗിച്ചു തുടങ്ങി. യഹൂദന്മാർ അദ്ദേഹത്തെ വധിക്കാൻ കെണികളൊരുക്കി. ശിഷ്യന്മാർ രാത്രി കുട്ടയിലിരുത്തി കാവൽക്കാർ കാണാതെ നഗരഭിത്തിയുടെ മുകളിലൂടെ താഴെ ഇറക്കി. ക്രിസ്തു ശിഷ്യനായി മാറിയ പൗലോസ് ഒരുപാട് യാതനകൾ സഹിച്ച് സുവിശേഷ പ്രഘോഷണം തുടങ്ങി. പ്രിയമുള്ളവരെ, നമുക്കും ഒരു മാനസാന്തര വരം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.